നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിനു മുൻപ് ജെമോളജിയുമായി ബന്ധപ്പെട്ട ഒരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളും കമൻസും ഒക്കെ പറഞ്ഞു. ചിലർ കമൻസിലൂടെ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് കൂടുതലായിട്ട് ജെമോളജിയെ പറ്റി അറിയാനായിട്ട് താല്പര്യമുണ്ട്, ജെമോളജി പഠിക്കാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ ജെമോളജി പഠിക്കാനായിട്ടാണെങ്കിൽ എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങളുള്ളത്, കേരളത്തിന് പുറത്ത് എവിടെയൊക്കെയാണ് ഉള്ളത്, ഇനി വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനാണെങ്കിൽ ജെമോളജി പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 6-7 മാസമായി. ഇത്രയും ലാഗ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം COVID-19 ഈ ഒരു പശ്ചാത്തലത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും വെബ്സൈറ്റുകളിൽ അവരുടെ കാര്യങ്ങൾ ഇതൊന്നും അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളും വീഡിയോസ് ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പുതിയ കോഴ്സുകളും അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചൊരു ലെങ്തി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് GIA. ഓക്കെ, GIA എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ GIA അഥവാ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കിയാൽ കാണാം ജെം എൻസൈക്ലോപീഡിയ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും കല്ലുകളെ പറ്റി, ബർത്ത് സ്റ്റോണിനെ പറ്റി അല്ലെങ്കിൽ ജെം സ്റ്റോണിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഗ്രേഡിംഗ്. അതായത് ഈ GIA എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോണുകൾ, ജെം സ്റ്റോണുകൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ റിസർച്ച് വർക്കുകളും അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ പറയുന്നുണ്ട്. എബൌട്ട് GIA പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എബൌട്ട് GIA നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1931. 1931 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് GIA എന്ന് പറയുന്നത്. അപ്പം തന്നെ എത്ര വർഷത്തിൻ്റെ പാരമ്പര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തായി പറയുന്നത് ഡയമണ്ട്, കളർസ്റ്റോൺ, പേൾ എന്നിവയുടെ കാര്യത്തിൽ വേൾഡിലെ തന്നെ ഏറ്റവും ഫോർമോസ്റ്റ് അതോറിറ്റിയാണ് GIA. അടുത്ത് പറയുന്നത് എന്താണ്? ഇതൊരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചും റിസർച്ചിനെ കുറിച്ചും പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആരാണ് GIA എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ താഴേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ക്രിയേറ്റർ ഓഫ് ദി 4 Cs. അതായത് വേൾഡിലെ തന്നെ എല്ലാ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ലാബുകളും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് 4 Cs എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഒരു ഡയമണ്ട് ഗ്രേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വാല്യൂ ചെയ്യണമെങ്കിൽ 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഡയമണ്ട് വാല്യൂ ചെയ്യുന്നത്. അതിനെയാണ് 4 Cs എന്ന് പറയുന്നത്. ഈ 4 Csൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കട്ട്, ക്ലാരിറ്റി, കളർ ആൻഡ് ക്യാരറ്റ് വെയ്റ്റ്. സോ ഈ വേൾഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് GIA ആണ്. 1940s ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ താഴേക്ക് വരികയാണെങ്കിൽ അവരുടെ കുറേ ഇവൻറ്റ്സും അതുപോലെ തന്നെ അവരുടെ ആർട്ടിക്കിൾസ്, റീറ്റെയിലേഴ്സിനെ കുറിച്ചും ക്യാമ്പസ് സ്റ്റോറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് GIA കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അവരുടെ കോഴ്സുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസിൽ ഓൾ പ്രോഗ്രാംസ്, ഓൺലൈൻ കോഴ്സസ്, ലാബ് ക്ലാസ്സസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പ്രോഗ്രാംസ് ഉദ്ദേശിക്കുന്നത് ഓൺ ക്യാമ്പസ് കോഴ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. ഓക്കെ, GIA ക്യാമ്പസുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. നോക്കുക, AJP അഥവാ അപ്ലൈഡ് ജ്വല്ലറി പ്രൊഫഷണൽ പ്രോഗ്രാം. താഴേക്ക് ഗ്രാജുവേറ്റ് കളർ സ്റ്റോൺ പ്രോഗ്രാം, ഗ്രാജുവേറ്റ് ഡയമണ്ട് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് ജെമോളജിസ്റ്റ് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് പേൾ പ്രോഗ്രാം, പിന്നെ CAD, CAM ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ജ്വല്ലറി ഡിസൈൻ,
കോഴ്സുകൾ, പിന്നെ ടെക്നോളജി പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ GA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേറ്റ് ജെമോളജിസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ഓക്കെ, ഗ്രാജുവേറ്റ് ജെമോളജിസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഇവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നതിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 4 CS കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ടുകളുടെ കളർ റേഞ്ചുകളെ പറ്റി പഠിക്കുന്നുണ്ട്, കളർ സ്റ്റോണുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് ജെമോളജിക്കൽ എക്യുപ്മെൻറ്റ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ജെം സ്റ്റോൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, പിന്നെ കളർ സ്റ്റോൺ ഗ്രേഡിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജെം സ്റ്റോൺസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ജെം സ്റ്റോണുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അത് സിമുലൻസ് എന്ന് വെച്ചാൽ എന്താണ്, ജെം സ്റ്റോണുകളിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ചിലർ ചോദിച്ച മറ്റൊരു സംശയമാണ്, എന്തൊക്കെയാണ് ജെമോളജി പഠിച്ചാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജെമോളജിസ്റ്റ് മാത്രമായിട്ടാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇവിടെ പറയുന്നത്, ജെമോളജിയുടെ പോസിബിൾ കരിയർ പാത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് അപ്രൈസറായിട്ട് വർക്ക് ചെയ്യാം, ഓപ്ഷൻ ഹൗസ് ജ്വല്ലറി സ്പെഷ്യലിസ്റ്റ്, കളർ സ്റ്റോൺ ബയർ, ഡയമണ്ട് ഗ്രേഡർ, ഡയമണ്ട് സോർട്ടർ, എസ്റ്റേറ്റ് ജ്വല്ലറി ഡീലർ, ജെമോളജിസ്റ്റ്, ഇൻവെൻട്രി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ്, ജ്വല്ലറി ബിസിനസ് ഓണർ, അങ്ങനെ ഒരുപാട് വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ജെമോളജി പഠിക്കുന്നത് കൊണ്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ട്യൂട്ടേഴ്സോ ടീച്ചേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത്, ജെമോളജിസ്റ്റ് പ്രോഗ്രാമിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിങ്. ഈ ഒരു കോഴ്സിൽ 3 സബ് കോഴ്സുകളാണ് വരുന്നത്. ഡയമണ്ട് എസെൻഷ്യൽസ്, ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിങ്, പിന്നെ അതിൻ്റെ ഒരു ലാബ് ക്ലാസ്. അതുപോലെ തന്നെ അടുത്തതിൽ കളർ സ്റ്റോൺ എസെൻഷ്യൽസ്, കളർ സ്റ്റോൺ ഗ്രേഡിങ്, പിന്നെ അതിൻ്റെ ഒരു ലാബ് ക്ലാസ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെം ഐഡൻറ്റിഫിക്കേഷനും പിന്നെ അതിൻ്റെ ഒരു ലാബ് ക്ലാസ്സും. പിന്നെ എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻറ്റ്സും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ജെം സ്റ്റോൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ. ഇനി ജെം സ്റ്റോണുകളിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ലബോറട്ടറികളിൽ എങ്ങനെയാണ് ഓരോ കല്ലുകളും ഗ്രോ ചെയ്തെടുക്കുന്നത്, ഇമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്ക്. പിന്നെ ഈ ഒരു ജെമോളജിയുടെ മാർക്കറ്റിംഗ് സാധ്യതകളും അതിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ജെമോളജി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പഠിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫീസ് ആൻഡ് ഷെഡ്യൂളൊക്കെ നോക്കാം. ഓക്കെ, കാസ്ബാദ്, ന്യൂയോർക്ക്, ബാങ്കോക്ക്, ഹോങ്കോങ്, ലണ്ടൻ, മുംബൈ, തായ്പേ ഇത്രയും സ്ഥലങ്ങളിലാണ് GAAക്ക് ക്യാമ്പസുകൾ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് മുംബൈ ആയതുകൊണ്ട് ഞാൻ മുംബൈ സെലക്ട് ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഓരോ പ്രോഗ്രാമിൻ്റെയും ഫീസ് ആൻഡ് ഷെഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഗ്രാജുവേറ്റ് ജെമോളജിസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ടോട്ടൽ 8,26,000 ആണ്. അതിൽ 7 lakh ട്യൂഷൻ ഫീസും ബാക്കി ടാക്സുമാണ് വരുന്നത്. ഇവിടെ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് 29 സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 8 അവസാനിക്കുന്ന ഒരെണ്ണം, ആൻഡ് മെയ് 31 ടു ഡിസംബർ 17, ഓഗസ്റ്റ് 2, 2021 ടു ഫെബ്രുവരി 18, 2022 വരെയുള്ള ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണമാണുള്ളത്. ഓൾറെഡി ജാനുവരിയിലുള്ള ഒരെണ്ണം അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ മൊത്തം ഈ വർഷം 4 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഏകദേശം 6 മുതൽ 7 മാസം വരെയാണ് ഈ ഒരു GGക്ക് വേണ്ടി വരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ജെമോളജിസ്റ്റ് പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാനുള്ള ടൈമില്ല, അല്ലെങ്കിൽ ഒരു 6-7 മാസം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനില്ല, അല്ലെങ്കിൽ
ഈ 8,26,000 ഒരുമിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാജുവേറ്റ് ഡയമണ്ട് പ്രോഗ്രാം മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് കളർസ്റ്റോൺ പ്രോഗ്രാം മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീസും ഷെഡ്യൂളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഗ്രാജുവേറ്റ് ഡയമണ്ട് പ്രോഗ്രാം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ടോട്ടൽ 2,77,300 ആണ്. അതിൽ ട്യൂഷൻ ഫീസ് 2,35,000 ബാക്കി ടാക്സും ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ജാനുവരി 2022 അവസാനിക്കുന്ന തരത്തിലുള്ള ഷെഡ്യൂളുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ടൈം പീരീഡ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മാസത്തോളമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കളർ സ്റ്റോണുകളോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാം മാത്രമായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഷെഡ്യൂളും ഫീസും എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ ഫീസ് 5,48,700 ആണ് വരുന്നത്. അതിൽ ട്യൂഷൻ ഫീസ് 4,65,000 ബാക്കി ടാക്സും ആണ് വരുന്നത്. ഇവിടെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റോണുകളല്ല, നിങ്ങൾക്ക് കൂടുതലും ജ്വല്ലറി ഡിസൈനിങ്ങിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് മാത്രമായിട്ടും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് ആൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഫീസ് ഏകദേശം 2,06,500 ആണ് വരുന്നത്. അതിൽ 1,75,000 ആണ് ട്യൂഷൻ ഫീസ്, ബാക്കി ടാക്സ് ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 8 മുതൽ ഏപ്രിൽ 9, മെയ് 3 ടു ജൂലൈ 2, ഓഗസ്റ്റ് 30 ടു ഒക്ടോബർ 29. ഏകദേശം 2 മാസത്തോളമാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് തീർക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് GAA പ്രൊവൈഡ് ചെയ്യുന്ന ഓൺ ക്യാമ്പസ് കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് GAA പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈൻ കോഴ്സസും അതിൻ്റെ ഷെഡ്യൂളും ഫീസും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസിൽ ഓൾ പ്രോഗ്രാംസ് ഓൺലൈൻ കോഴ്സസ് നോക്കിയാൽ ഏതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് കോഴ്സസ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ജ്വല്ലറി എസെൻഷ്യൽസ്, കളർ സ്റ്റോൺ എസെൻഷ്യൽസ്, ഡയമണ്ട് എസെൻഷ്യൽസ്, പേൾസ്, കളർ സ്റ്റോൺ ഗ്രേഡിംഗ്, ഡയമണ്ട് ഗ്രേഡിംഗ്, പിന്നെ ജെം ഐഡൻറ്റിഫിക്കേഷൻ. ഇത്രയും ക്ലാസ്സസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ എല്ലാം ലാബ് ക്ലാസ്സസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്യൂഷൻ ഫീസും ഷെഡ്യൂളും നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മൾ GG പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡയമണ്ട് എസെൻഷ്യൽസ് ആണ്. ഓക്കെ, അപ്പം ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഡയമണ്ട് എസെൻഷ്യൽസ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $250 ആണ്. ഓക്കെ, സാധാരണ ഇവരുടെ ക്ലാസ്സുകൾ ലേണിംഗ് കോഴ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേസിലാണ്. ഇൻ കേസ് എന്തെങ്കിലും ഹോളിഡേയോ മറ്റോ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ്, മീൻസ് തൊട്ടടുത്ത വർക്കിംഗ് ഡേ ആയിട്ടുള്ള ട്യൂസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു COVID-19 ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷെഡ്യൂളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ടടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഫെബ്രുവരി 18, മെയ് 26 ആൻഡ് സെപ്റ്റംബർ 8. ഓക്കെ, ഇനി ഡയമണ്ട് എസെൻഷ്യൽസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിംഗ് ആണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം $1,670 ആണ് ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിങ്ങിന്
വേണ്ടി വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. ഈ ഡയമണ്ട് എസെൻഷ്യൽസും ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിങ്ങും പ്യുവർ തിയറി കോഴ്സാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കോഴ്സാണിത്. അപ്പം ഏകദേശം ഈ ഒരു കോഴ്സിന് വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് $1670 ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൺഡേയ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 18, മെയ് 26, സെപ്റ്റംബർ 8. ഇനി ഈ 2 കോഴ്സും ചെയ്തതിന് ശേഷം ഡയമണ്ട് എസെൻഷ്യൽസും ഡയമണ്ട് ആൻഡ് ഡയമണ്ട് ഗ്രേഡിംഗ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ലാബ് ക്ലാസ് ആണ്. ഡയമണ്ടിൻ്റെ ഒരു ലാബ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. താഴെ ലാബ് ക്ലാസ്സസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ക്യാമ്പസ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. മുംബൈ. ഓക്കെ, മുംബൈയിൽ ഡയമണ്ട് ഗ്രേഡിങ്ങിൻ്റെ ലാബ് ക്ലാസ്സുകൾ എന്നൊക്കെയാണ് ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡയമണ്ട് ഗ്രേഡിങ്ങിൻ്റെ ലാബ് ക്ലാസ്സിന് വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് 29,500 രൂപയാണ്. അതിൽ 25,000 രൂപ ട്യൂഷൻ ഫീസും ബാക്കി 4,500 രൂപ ടാക്സുമാണ്. സോ അതിൻ്റെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 22 മുതൽ ഫെബ്രുവരി 26, മാർച്ച് 22 ടു മാർച്ച് 26, അങ്ങനെ ഡിസംബർ വരെയുള്ള ഷെഡ്യൂളുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5 ദിവസമാണ് ഈ ഒരു ലാബ് ക്ലാസ്സിന് ആയിട്ട് വേണ്ടി വരിക. 5 ഡേയ്സോ അല്ലെങ്കിൽ 10 നൈറ്റ്സോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 35 മണിക്കൂർ എന്നുള്ളതാണ് ഈ ഒരു ലാബ് ക്ലാസ്സിൻ്റെ കണക്ക്. ഓക്കെ, ഇനി ഇപ്പോൾ ഡയമണ്ടിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത് കളർ സ്റ്റോണുകളെ കുറിച്ചാണ്. അപ്പോൾ കളർ സ്റ്റോണിൽ തന്നെ ഏറ്റവും ആദ്യം പഠിക്കുന്നത് കളർ സ്റ്റോൺ എസെൻഷ്യൽസ് ആണ്. ഓക്കെ, അതിൻ്റെ ഫീസ് നോക്കാം. കളർ സ്റ്റോൺ എസെൻഷ്യൽസും പ്യുവർ തിയറി കോഴ്സാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $250 ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ അതേ സെയിം ഡേറ്റ് തന്നെ. ഇനി കളർ സ്റ്റോൺ എസെൻഷ്യൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ചെയ്യേണ്ടത് കളർ സ്റ്റോണിൻ്റെ ഗ്രേഡിംഗ് ആണ്. അതും തിയറി കോഴ്സ് തന്നെയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $1,850 ഓക്കെ, അതും ഡേറ്റ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 18, മെയ് 26 ആൻഡ് സെപ്റ്റംബർ 8. ഇനി കളർ സ്റ്റോണിൻ്റെ 2 കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറ്റൻഡ് ചെയ്യേണ്ടത് കളർ സ്റ്റോണിൻ്റെ ഒരു ലാബ് ക്ലാസ് ആണ്. അപ്പോൾ ലാബ് ക്ലാസ്സിൽ കളർ സ്റ്റോൺ ഗ്രേഡിങ്ങിൻ്റെ നോക്കുക, ലാബ് ക്ലാസ്. ഓക്കെ, കളർ സ്റ്റോണിൻ്റെ ലാബ് ക്ലാസ്സിന് വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് 17,700 രൂപയാണ്. അതിൽ 15,000 രൂപ ട്യൂഷൻ ഫീസും ബാക്കി ടാക്സും ആണ് വരുന്നത്. 2021 മുംബൈ ക്യാമ്പസിലുള്ള ഷെഡ്യൂളുകൾ നോക്കുക. ഫെബ്രുവരി 15 മുതൽ ഫെബ്രുവരി 17 വരെ, മെയ് 10 മുതൽ മെയ് 12, ഓഗസ്റ്റ് 16 ടു ഓഗസ്റ്റ് 18, ഡിസംബർ 20 മുതൽ ഡിസംബർ 22 വരെ. ഇതാണ് കളർ സ്റ്റോൺ ഗ്രേഡിങ്ങിന് വേണ്ടി വരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. നോർമലി രാവിലെ 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് തീരുന്ന രീതിയിലാണ് അവരുടെ ക്ലാസ്സുകളെല്ലാം ഉള്ളത്. ഏകദേശം ഈ ഒരു കളർ സ്റ്റോണിൻ്റെ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം 3 ദിവസങ്ങളോളമാണ് എടുക്കുന്നത്. ഓക്കെ, കളർ സ്റ്റോണുകളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജെം ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജെം ഐഡൻറ്റിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ജെം ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് $2,040 ഇതും ഡേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മൺഡേയ്സിലുമാണ് ഇവരുടെ എല്ലാ ലേണിംഗ് കോഴ്സസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡേറ്റുകളൊക്കെ ഇവിടെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ജെം ഐഡൻറ്റിഫിക്കേഷൻ്റെ ഈ ഒരു തിയറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ലാബ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ലാബ് ക്ലാസ്സിൽ വന്നിട്ട് ജെം ഐഡൻറ്റിഫിക്കേഷൻ്റെ ലാബ് ക്ലാസ് നോക്കുക. ജെം ഐഡൻറ്റിഫിക്കേഷനും വേണ്ടി വരുന്ന 29,500 രൂപയാണ്.
അതിൽ 25,000 രൂപ ട്യൂഷൻ ഫീസും ബാക്കി ടാക്സുമാണ്. മുംബൈ ക്യാമ്പസിൽ അതിൻ്റെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്, എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. February 8 മുതൽ February 12, May 3 to May 7, August 9 to August 13, അങ്ങനെ ഡിസംബർ വരെയുള്ള ഷെഡ്യൂളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ജെം ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ 2 എക്സ്ട്രാ കോഴ്സുകളാണ് ജ്വല്ലറി എസെൻഷ്യൽസും പേൾസും. ഓക്കെ, ജ്വല്ലറി എസെൻഷ്യൽ നോക്കുവാണെങ്കിൽ ഇതും പ്യുവർ തിയറിയാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന കോഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $250 ആണ്. ഇനി അടുത്തത് പേൾസ് നോക്കുവാണെങ്കിൽ പേളിൻ്റെ കോഴ്സ് ചെയ്യാനുള്ള ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് $600 ആണ്. ഓക്കെ, പേളിൻ്റെ തിയറി പാർട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ലാബ് ക്ലാസ്സും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലാബ് ക്ലാസ്സിൽ വന്നിട്ട് പേൾ ഗ്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 5,900 രൂപയാണ് ഇതിൻ്റെ ലാബ് ക്ലാസ്സിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട തുക എന്ന് പറയുന്നത്. ഒറ്റ ദിവസത്തെ ക്ലാസ്സാണ് ഇതിനുള്ളത്. അത് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്: February 18, May 13, August 19, December 23. അപ്പോൾ ഇതൊക്കെയാണ് ലാബ് ക്ലാസ്സുകളുടെ ഫീസുകളും ഷെഡ്യൂളുകളും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് GA പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഓൺ ക്യാമ്പസ് കോഴ്സസുകളും. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ് കേട്ടോ. ഇനി ജെമോളജി പഠിക്കാൻ പറ്റിയ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് IGI അഥവാ ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ജെമോളജി പഠിക്കാൻ പറ്റിയ മറ്റൊരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IGI എന്ന് പറയുന്നത്. IGIക്ക് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഈവൻ കേരളത്തിലുണ്ട്. സോ നമുക്ക് അവരുടെ എഡ്യൂക്കേഷൻ നോക്കാം. കോഴ്സസിൽ പോയിട്ടുണ്ടെങ്കിൽ IGI പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പോളിഷ് ഡയമണ്ട് കോഴ്സസ്, റഫ് ഡയമണ്ട് കോഴ്സ്, കളർ സ്റ്റോൺ കോഴ്സ്, പേൾ കോഴ്സ്, ജ്വല്ലറി ഡിസൈൻ, ജ്വല്ലറി ക്യാഡ് കോഴ്സ്, റീറ്റെയിൽ സപ്പോർട്ട് പ്രോഗ്രാം. ഇത്രയും കോഴ്സസ് ആണ് IGI പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇനി അതിൻ്റെ ഷെഡ്യൂളുകളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബെൽജിയത്തിലുള്ള ആൻഡ്വേർപ്പിലാണ് IGIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ചൈന, ഇന്ത്യ, ഇറ്റലി, UAE, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലാണ് IGIക്ക് ബ്രാഞ്ചസ് ഉള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ IGIക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഇവിടെ നോക്കുക: അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ജയ്പൂർ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, സൂറത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള ക്യാമ്പസ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സ്ഥലം ഏതാണോ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുംബൈ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒക്കെ മുംബൈ ക്യാമ്പസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കളർ സ്റ്റോൺ ഗ്രാജുവേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട് അവർ. അതിൻ്റെ ഫീസുകളും ഷെഡ്യൂളും ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്ന് മുതൽ എന്ന് വരെയാണ് ഉള്ളത്, എത്ര മണിക്കൂറുകളാണ് ക്ലാസ് ഉള്ളത്, ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്രയാണ് ഫീസ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഏകദേശം കളർ സ്റ്റോണിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് 77,900 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഒരു കോഴ്സ് തീർക്കാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൊത്തം 6 weeks ആണ്. ആ 6 weeks അതായത് ഏകദേശം 1.5 മാസത്തോളം. അതും രാവിലെ 9:30 തുടങ്ങി 1 മണി വരെയുള്ള ക്ലാസ്സസ് ആണ്. അടുത്തത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത കോഴ്സാണ് ഡയമണ്ട് ഗ്രാജുവേറ്റ് കോഴ്സ്. അതിൻ്റെ ഇതേപോലെ തന്നെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 3 weeks കോഴ്സുകളാണ്. അതിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 weeks അല്ല, ഇത് 6 weeks കോഴ്സ് തന്നെയാണ് കേട്ടോ. 6 weeks കോഴ്സുകൾ തന്നെയാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 1,19,900 രൂപയാണ്. താഴേക്ക് വരികയാണെങ്കിൽ ഗ്രാജുവേറ്റ് ജമോളജിസ്റ്റ് കോഴ്സ് പറയുന്നുണ്ട്. ഇതും 6 വീക്സ് കോഴ്സുകളാണ്. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1,80,000 രൂപയാണ്. പിന്നെ വേറെ കുറേ എക്സ്ട്രാ കോഴ്സസ് IGI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജ്വല്ലറി ഡിസൈനിങ് മാത്രമല്ല, അത് റൂബി, എമറാൾഡ്, സഫീർ തുടങ്ങിയവിടെ സ്പെഷ്യൽ കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊരു സ്പീഡപ്പ് ആക്കിയിട്ട് പറഞ്ഞു പോവാണ്. അപ്പം ഓരോ ക്യാമ്പസുകളും, എല്ലാ ക്യാമ്പസിലും മീൻസ് IGIയുടെ എല്ലാ ക്യാമ്പസിലും എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. IGIയുടെ ഓരോ ബ്രാഞ്ചസ് എടുത്ത് നോക്കിയിട്ട് എവിടെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉള്ളത് അവിടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതും അടുത്തുള്ളതുമായിട്ടുള്ള ക്യാമ്പസ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. GIനെ അപേക്ഷിച്ച് നോക്കിയാൽ IGIയിൽ ഫീസുകളെല്ലാം കുറവാണ്. അതുപോലെ തന്നെ കോഴ്സുകളുടെ ഡ്യൂറേഷനും കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് IGIനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാ ക്യാമ്പസുകളുടെയും അല്ലെങ്കിൽ എല്ലാ ലാബുകളുടെയും അഡ്രസ്സ് വിത്ത് കോൺടാക്റ്റ് നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കേരളത്തിൽ തൃശ്ശൂരിൽ IGIക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ അവിടെ ജമോളജി കോഴ്സ് ഇല്ല. പക്ഷേ ഡയമണ്ടിൻ്റെ കോഴ്സൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ IDയും ഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ക്യാമ്പസുകളുടെയും അല്ലെങ്കിൽ ബ്രാഞ്ചസുകളുടെയും ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ക്യാമ്പസ് ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമുള്ളത് എവിടെയാണോ എന്ന് വെച്ചാൽ നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ജമോളജി പഠിക്കാനുള്ള മറ്റൊരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIG അഥവാ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജമോളജി. IIGയും ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മെയിനായിട്ട് അവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹോങ്കോങ്ങിലും ഇന്ത്യയിലുമാണ്. ഇന്ത്യയിൽ തന്നെ 3 ബ്രാഞ്ചസ് ആണ് IIGക്ക് ഉള്ളത്. 2 എണ്ണം മുംബൈയിലും 1 എണ്ണം കൊൽക്കത്തയിലും. അപ്പം എബൌട്ടസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പിന്നെ IIGയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് DBS ഗ്രൂപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIG. അതുകൊണ്ട് തന്നെ IIG പ്രൊവൈഡ് ചെയ്യുന്ന പല ഡയമണ്ട് കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് DBS ഗ്രൂപ്പാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് അവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്നുള്ളത് നോക്കാം. ഡയമണ്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജമോളജി, ജ്വല്ലറി ഡിസൈനിങ്, പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സെമിനാറുകളും അതുപോലെ തന്നെ ഷോർട്ട് കോഴ്സുകളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജമോളജി കോഴ്സ് ഏതൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, ജമോളജിയുടെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഇൻ ജമോളജി ഉണ്ട്, ഗ്രാജുവേറ്റ് ജമോളജി ഉണ്ട്, പേൾ ഐഡൻറ്റിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്, പിന്നെ ബിഗ് 3 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതായത് റൂബി, സഫയർ, എമറാൾഡ് തുടങ്ങിയ കല്ലുകളുടെ ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് ബിഗ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഇവർ ജമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒന്നും ഫീസും ബാക്കി ഷെഡ്യൂളും കാര്യങ്ങളൊന്നും ഇവർ കൃത്യമായിട്ട് ഈ വെബ്സൈറ്റിൽ പറയുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തപ്പം അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ജമോളജിക്ക് ഏകദേശം 1,40,000 ആണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 months ആണ്. ഇപ്പോൾ ഈ കൊറോണയുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവർ ഓൺലൈൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 മാസം നമുക്ക് തിയറി പാർട്ടുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം. ബാക്കി 1 മാസം പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് അവരുടെ ക്യാമ്പസിൽ തന്നെ പോകണം. അതും കേരളത്തിൽ എവിടെയും ഇല്ല, മുംബൈയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കോഴ്സുകളുടെ ഫീസും സ്ട്രക്ചറും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ മുംബൈയിലുള്ള
ബ്രാഞ്ചസിൻ്റെ ഒക്കെ നമ്പറുകളും അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ജമോളജി പഠിക്കാൻ പറ്റിയ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, പെട്ടെന്ന് ഞാൻ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് GII അഥവാ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. GII എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതും മെയിനായിട്ട് ഇന്ത്യയിൽ മുംബൈയിലാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് മെയിനായിട്ടും ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജമോളജിയിലാണെങ്കിലും ഡിപ്ലോമ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ജമോളജി കോഴ്സിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കലിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ഇനി റെസിഡൻറ്റ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഓൺ ക്യാമ്പസ് പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3.5 മാസമാണ്. ഇനി പുതിയ ബാച്ചുകൾ കമൻസ് ചെയ്യുന്ന ഏതൊക്കെ മാസമാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവരുടെ സാധാരണ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 AM to 2 PM ആണ്. ട്യൂഷൻ ഫീസും ബാക്കി ഫീസുകളുടെ കാര്യങ്ങളും ഷെഡ്യൂളും ഒന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഈ കോഴ്സ് ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ ആണ്. അതുപോലെ തന്നെ അവരുടെ ബാക്കി ജേർണൽസ് സെമിനാർസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഓക്കെ, ലബോറട്ടറി ഫീസൊക്കെ വരുന്നത് 1000 രൂപയാണ്. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവരുടെയും ഫീസിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ഇവരുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ട് എത്രയാണ് ജമോളജി കോഴ്സിൻ്റെ ഫീസ് എന്നൊക്കെയുള്ളത് അന്വേഷിച്ചിട്ട് നോക്കുക. ഓക്കെ, അപ്പം അടുത്ത ജമോളജി പഠിക്കാൻ പറ്റിയ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് GII ആണ്. ഇനി അടുത്തതാണ് ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് SGL. SGL അഥവാ സോളിറ്റയർ ജമോളജിക്കൽ ലാബ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, SGL എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മെയിനായിട്ട് ഇവർക്ക് ബ്രാഞ്ചസ് ഉള്ളത് ന്യൂയോർക്ക്, ദുബായ്, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, തൃശ്ശൂർ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട്. SGL പ്രൊവൈഡ് ചെയ്യുന്ന ജമോളജിക്കൽ കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഇവരുടെ കോഴ്സ് ഷെഡ്യൂളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടോ, ഒന്നും അപ്ഡേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവരുടെ കോണ്ടാക്റ്റേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ അവരുടെ ഓരോ ബ്രാഞ്ചസിൻ്റെയും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാണോന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ഫീസ് എങ്ങനെയാണ്, ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ തൃശ്ശൂരിലുള്ള SGL തൃശ്ശൂരിലുള്ള കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് ജമോളജി പഠിക്കാൻ പറ്റിയ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് DHC.
ഓക്കെ, DHC എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവർക്ക് മെയിനായിട്ടും ഓസ്ട്രേലിയ, ഇന്ത്യ, ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബ്രാഞ്ചസ് ഉള്ളത്. ഇന്ത്യയിൽ തന്നെ ചെന്നൈ, കർണാടക, മുംബൈ, ലുധിയാന, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ തൃശ്ശൂരിൽ അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, തൃശ്ശൂരിലാണെങ്കിൽ അവർ ജെമോളജി കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവേറ്റ് ജെമോളജി ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ബാച്ച് വൈസ് ക്ലാസ്സുകളല്ല ഉള്ളത്, ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീസ്, ഗ്രാജുവേറ്റ് ജെമോളജിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 1,32,000 ആണ്. നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ കാര്യമാണ്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഡയമണ്ട് കോഴ്സുകളും ജെമോളജി കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും ഡയറക്റ്റ് അവരുടെ ബ്രാഞ്ചസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ ബ്രാഞ്ചിലും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഷെഡ്യൂൾ എങ്ങനെയാണ്, ഫീസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണം. സോ അടുത്ത ജെമോളജി പഠിക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് DHC ആണ്. ഓക്കെ, അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനാണ് IGJ. IGJ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. നമ്മുടെ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് IGJ എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ടും 3 year 2 year കോഴ്സുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ബിവോക് ജെമോളജി എന്ന് പറയുന്നൊരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജ്വല്ലറി ഡിസൈനിങ് ആണ് കേട്ടോ. ജ്വല്ലറികളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസൈനിങ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് പോയി പഠിക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IGJ. ഇവരുടെ ബിവോക് കോഴ്സുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറീൻ്റെ കാസ്റ്റിംഗ് മുതൽ അതിൻ്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞ് അതിൻ്റെ സെല്ലിംഗ് വരെയുള്ള സകല കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ജെമോളജി മാത്രമല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ജ്വല്ലറി ഡിസൈനിങ്ങും അതിൻ്റെ മാനുഫാക്ചറിങ്ങും എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജെമോളജി അല്ലെങ്കിൽ ജ്വല്ലറി ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ മറ്റൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് IGJ എന്ന് പറയുന്നത്. മലപ്പുറത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സ്ഥാപനങ്ങളാണ് മെയിനായിട്ട് ജെമോളജി പഠിക്കാനായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വേറെയുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വ്യക്തമായി നോക്കി കാര്യങ്ങളും ഫീസുകളും എല്ലാം കൃത്യമായി നോക്കിയിട്ട് ഏത് സ്ഥാപനത്തിലാണോ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.